ഇൻഡ്യൂസ്മെന്റ് സെറ്റപ്പിന്റെ എൻട്രി സെറ്റപ്പിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു സെഷനിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പുൾ ബാക്ക്. ഓക്കെ, പുൾ ബാക്ക് എന്താണ്, പുൾ ബാക്കിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, പുൾ ബാക്കിനെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഈ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു കാര്യം നമ്മൾ പറയാം. എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ കാര്യം തന്നെയാണ്. മാർക്കറ്റിന്റെ ട്രെൻഡ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഉണ്ടാവും, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്, സൈഡ് വേസ് മാർക്കറ്റ്. സിമ്പിളാണ്, അധികം കോംപ്ലിക്കേഷൻസ് ഇല്ല. മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് അതിന് അപ് ട്രെൻഡ് എന്നും, താഴേക്ക് വരികയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് എന്നും, ഒരു ഏരിയ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് സൈഡ് വേസ് എന്നും പറയും. സിമ്പിളായിട്ട് സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്നൊക്കെ പറയും സൈഡ് വേസ് മാർക്കറ്റിനെ. ഓക്കെ, ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ജസ്റ്റ് പറഞ്ഞാൽ. പിന്നെ ഇത് ബേസിക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ക്യാൻഡിൽസിൻ്റെ കാര്യങ്ങൾ. ഇവിടെ ക്യാൻഡിൽസിൻ്റെ നേരെ മൗസ് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽസിൻ്റെ ഇവിടെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലുള്ള അതിൻ്റെ പ്രൈസസ് കാണാം. ഹൈ, ലോയ്, ഓപ്പൺ, ക്ലോസ് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് പറയാൻ കാരണം നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാം, എല്ലാവർക്കും അറിയെങ്കിലും കൂടി ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. കാരണം ഓരോ ക്യാൻഡിൽസിനും ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓരോ ക്യാൻഡിൽസ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്, എവിടെയാണ് ക്ലോസ് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് സ്റ്റൈലൊക്കെ ഫോം ചെയ്യണം. അപ്പോൾ ഈ ക്യാൻഡിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ക്യാൻഡിൽസിന് നേരെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് മാർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ അത് പറഞ്ഞതിന് ശേഷം നമുക്ക് പുൾ ബാക്കിലേക്ക് കടക്കാം. മാർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ മൗസ് വെച്ചതിന് ശേഷം ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഹൈയിൻ്റെ അവിടെ തന്നെ മാർക്കിംഗ് വരും. പിന്നെ നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടൊരു മാർക്കിംഗ് ആണ്, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ക്യാൻഡിലിൻ്റെയും കറക്റ്റ്. ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സുമാർ ജസ്റ്റ് ഒരു ഏകദേശം ഈ ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് വാല്യൂ കറക്റ്റ് കിട്ടില്ല, ലൈന് സ്ട്രൈറ്റ് കിട്ടില്ല. ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനാണ് എപ്പോഴും നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്താ പറയുക 29 ഓഗസ്റ്റിൻ്റെ 10:09 ക്യാൻഡിലിൻ്റെ ലോ ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ പിന്നെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ട്രെൻഡ് ലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിന് നേരെ താഴെ മൗസ് വെച്ച് കൊടുക്കുക. എത്ര താഴെ വെച്ചാലും കുഴപ്പമില്ല, ഇനി ജസ്റ്റ് ഇവിടെ വെച്ചാലും കുഴപ്പമില്ല, ജസ്റ്റ് അതിന് താഴെ വരണമെന്നുള്ളൂ. ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ കറക്റ്റ് ആ താഴെയുള്ള ലൈനിൽ വാല്യൂ അവിടെ കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നേരെ ഇങ്ങനെ വരക്കാം. അതിന് ഷിഫ്റ്റും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ നമുക്ക് കിട്ടും. അതാണ് സംഭവം. ഈ ഒരു ലൈൻ വരക്കണതിനെ പറ്റുക. അത് ബേസിക് കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് പിന്നീട് വളരെ യൂസ്ഫുൾ ആണ്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞ പോലെ അപ് ട്രെൻഡ് മാർക്കറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ട്രെൻഡിങ് മാർക്കറ്റ്, പിന്നെ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാം, മാർക്കറ്റിൽ എപ്പോഴും എന്താണ് ഒരു ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ് ആയിട്ടായിരിക്കും മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സ്ട്രൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഡൗണിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എല്ലാത്തിൻ്റെയും ലോജിക്ക് പഠിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് ക്ലിയർ ആവും. ഇപ്പോൾ മാർക്കറ്റ് ഓരോ സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മാർക്കറ്റ് ചെറിയൊരു മൂവ്മെൻറ്റ് തരും. ഇതിനെ നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്ന് പറയാം. ഫസ്റ്റ് ഒരു മൂവ്മെൻറ്റിന് ഇമ്പൾസീവ് മൂവ്, പിന്നെ ചെറിയൊരു റിവേഴ്സലിനെ അതിനെ നമ്മൾ കറക്റ്റീവ് മൂവ് എന്ന് പറയും. പിന്നെയും മാർക്കറ്റ് മൂവ് ചെയ്യും, ഒരു ഇമ്പൾസീവ് മൂവ് തരും, പിന്നെ ഒരു കറക്റ്റീവ് മൂവ് തരും, ഇമ്പൾസീവ്, ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ ഇമ്പൾസീവ് മൂവ് എന്നും, ഈ ഒരു ചെറിയൊരു കറക്ഷൻ, അതായത് മാർക്കറ്റ് മൂവ് ചെയ്ത ചെറിയൊരു റിട്രേസ്മെൻറ്റ്, റിവേഴ്സലിനൊക്കെ നമ്മൾ കറക്റ്റീവ് മൂവ് എന്ന് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഒരു കറക്റ്റീവ് മൂവിനെ തന്നെയാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പുൾ ബാക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഈ ചാർട്ടിലേക്ക് പോകാം. ആദ്യം നമുക്കറിയാം അപ് ട്രെൻഡ് മാർക്കറ്റ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ്. ഈ രണ്ട് മാർക്കറ്റിൽ പുൾ ബാക്കിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പുൾ ബാക്ക് എന്താണെന്ന് പഠിക്കണ്ടേ? പുൾ ബാക്ക് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ മാർക്കറ്റ് ആദ്യം നമുക്ക് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് പഠിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ചെറിയൊരു കറക്ഷൻ തരുന്നതിനെയാണ് പുൾ ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ക്യാൻഡിൽ വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മാർക്കറ്റ് ഓരോ ക്യാൻഡിലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴാണോ ഒരു ടോപ്പിലുള്ള ഒരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ലോ ആണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്, ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ലോ ആണ് ആദ്യം ബ്രേക്ക് ചെയ്ത് അടുത്ത ക്യാൻഡിൽ താഴേക്ക് വരുന്നതിന് ശേഷം വീണ്ടും അതിനെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് പറയാം. ഓക്കെ, പുൾ ബാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലെയും ഈ ഒരു ലോവസ്റ്റ്, ഈ ഒരു ക്യാൻഡിൽ താഴെ പോയിട്ട് എത്ര വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 1, 2, 3 ഒക്കെ പോകാം, ചിലപ്പോൾ ഒറ്റ ക്യാൻഡിലാവാം, ചിലപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് മുകളിൽ പോകാം. എന്തായാലും പുൾ ബാക്കാണ്. പുൾ ബാക്കിൻ്റെ കണ്ടീഷൻ എത്ര ഉള്ളൂ, ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ പുൾ ബാക്ക് എന്ന് പറയും. ആ ഒരു പുൾ ബാക്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ മുതൽ, ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ മുതൽ എത്ര വരെ താഴെ പോയിട്ടുണ്ടോ ആ ഒരു ഏരിയ വരെയാണ് ഇതിനെ പുൾ ബാക്ക് എന്ന് പറയാം. അത്രേ ഉള്ളൂ സംഭവം.
ഇനി ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ സെയിം കേസ്, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പുൾ ബാക്ക് എന്ന് പറയും. ഇവിടെ എന്താ സംഭവിച്ചത്, ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിനെ പുൾ ബാക്ക് എന്ന് പറയും. പുൾ ബാക്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ മുതൽ ഈ ഹൈ ഏതുവരെ പോയി എന്നുള്ളതിനെയാണ് പുൾ ബാക്ക് എന്ന് പറയാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് ക്യാൻഡിൽസിൻ്റെ ഇതിൽ പോയിട്ട് ഒന്ന് നോക്കിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവും. ഇവിടെ പുൾ ബാക്കിൻ്റെ ഡെഫിനിഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യമാണ്. ഒരു ഹെൽത്തി മാർക്കറ്റിന് എപ്പോഴും പുൾ ബാക്കുകൾ ഉണ്ടാവണം. കാരണം പുൾ ബാക്കുകൾ ഉണ്ടാകുമ്പോഴേ ലിക്വിഡിറ്റി ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറയും, അത് ഞാൻ പിന്നീട് അങ്ങോട്ട് പറയാം. ഓക്കെ, അപ്പോൾ പുൾ ബാക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അപ്പോൾ ഒരു ഹെൽത്തി മാർക്കറ്റിന് പുൾ ബാക്കുകൾ അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ആണ് സംഭവം ഇതെന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു, എ എന്നുള്ള ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു ബി, പിന്നെ അത് നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, പിന്നീട് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ഏരിയനെ ക്യാൻഡിൽ എ മുതൽ ഈ ഒരു ക്യാൻഡിൽ വരെയുള്ള ഏരിയനെയാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് പറയാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ വേറൊരു കേസിൽ ഇതിൽ ഒരു ഡൗട്ടുകൾ ഒരുപാടുണ്ട്. ഇത് പുൾ ബാക്കാണ്, അത് പുൾ ബാക്കാണ് സംശയം. അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ട്സുകൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്ത പുൾ ബാക്ക് നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ അടുത്ത പുൾ ബാക്കിനെ നമുക്ക് കൺഫേം ചെയ്യണം. ഇതൊരു പുൾ ബാക്കാണ് നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ ഈ ഒരു എൻ്റെയും ഈ ഒരു ക്യാൻഡിൻ്റെ ഇടയിൽ വീണ്ടും ചെറിയ പുൾ ബാക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അതിനെ ഇൻറ്റേർണൽ പുൾ ബാക്ക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് വേണ്ടത് മെയിൻ പുൾ ബാക്കുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത പുൾ ബാക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എ എന്നുള്ള ക്യാൻഡിൽ താഴേക്ക് ഒരു ക്യാൻഡിൽ വന്നിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ, ഇവിടെ എടുത്ത കേസിൽ ഈ ഒരു ക്യാൻഡിലെ ഹൈ ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്തതാണ്. അത് നമുക്കറിയാം, മാർക്കറ്റ് ടൈമിൽ കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലത്തെ ഒരു റെഡ് ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്ത ഏരിയ ഇവിടെ ആയിരിക്കാം, പിന്നെ ഇവിടെ ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, നമ്മൾ മാർക്കറ്റ് ടൈമിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു ക്യാൻഡിലിൻ്റെ നമ്മൾ നോക്കേണ്ടത്, ഈ ക്യാൻഡിൽ എൻ്റെയും താഴെ ആയതുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്യുക, ജസ്റ്റ് തൊടുക, എന്തായാലും മതി, ജസ്റ്റ് ടച്ച് ചെയ്ത് താഴെ വന്ന് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇതിനെ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഒരു പുൾ ബാക്കാണ്. ഈ ഒരു ക്യാൻഡിൽ ഹൈ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ലോ ടാപ്പ് ചെയ്തപ്പോൾ ഈ ഒരു ഏരിയനെ നമുക്ക് കറക്റ്റായിട്ട് ഒരു പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. പിന്നെ അതിന് ശേഷമുള്ള ഒരു എക്സാമ്പിൾ നോക്കൂ. സി എന്നുള്ള ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഡിയും ഇയും ഒക്കെ. ഇവിടെ ഒരു വാല്യൂഡ് പുൾ ബാക്ക് ആണോ? അല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഈ സീൻ്റെ മുകളിൽ ഈ എന്നുള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ എന്നുള്ള ക്യാൻഡിലിനെ വിക്ക് ഇതിൻ്റെ മുകളിൽ പോയിട്ട് പിന്നെ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തല്ലോ ഇവിടെ. അപ്പോൾ അതിനെ നമുക്കൊരു പുൾ ബാക്ക് എന്ന് പറയാം. ഈ സി മുതൽ ഈ ഒരു ഹയസ്റ്റ് ഏരിയ വരെ ഒരു വാലിഡ് പുൾ ബാക്ക് എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ ഒരു സി എന്നുള്ള ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഹൈ ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യുമ്പോഴേ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു സി എന്നുള്ള ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതൊരു പുൾ ബാക്ക് അല്ല. പിന്നെ പുൾ ബാക്ക് ഉണ്ടാവണം എന്ത് വേണം? ഈ ഒരു ക്യാൻഡിലാണ് സീൻ്റെയും താഴെ വന്ന ക്യാൻഡിലിനെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യണം, അപ്പോഴേ പുൾ ബാക്ക് ആവുള്ളൂ. ഓക്കെ, അതാണ് പുൾ ബാക്കിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ. പുൾ ബാക്കിനെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നതിനാണ് പുൾ ബാക്ക് എന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ് ട്രെൻഡ് മാർക്കറ്റിലും അത്രേ ഉള്ളൂ. അപ് ട്രെൻഡ് മാർക്കറ്റിൽ ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത്, ആ ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിനാണ് പുൾ ബാക്ക് എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കാം. വാലിഡ് പുൾ ബാക്ക് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് സ്ട്രൈറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല, ഇതിൻ്റെയും ലോ ബ്രേക്ക് ചെയ്തില്ല, ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിലിൽ ലോ ബ്രേക്ക് ചെയ്തു, അതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല, നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതിനെ ഒരു വാലിഡ് പുൾ ബാക്ക് എന്ന് പറയാം. പുൾ ബാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ മുതൽ ഈ ഒരു ലോവസ്റ്റ് ഏരിയ വരെയാണ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ, പുൾ ബാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇതൊരു കറക്റ്റ് പുൾ ബാക്കാണ്, വാലിഡ് ആയിട്ടുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് പറയാം. പിന്നെ വേറൊരു വാലിഡ് പുൾ ബാക്ക്, സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ പഠിച്ച സെയിം എക്സാമ്പിൾ, ഈ ഒരു ക്യാൻഡിൽ ഹൈ ലോ ബ്രേക്ക് ചെയ്തില്ല, ലോ ബ്രേക്ക് ചെയ്തില്ല, നോക്കുന്ന മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് മാർക്കറ്റ് ഏത് ക്യാൻഡിലാണോ ലോ ബ്രേക്ക് ചെയ്യുന്നത് അതിൻ്റെ അതാണ് നമുക്ക്. അപ്പോൾ നോക്കണം, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആണ് ആദ്യം ബ്രേക്ക് ചെയ്തത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആദ്യം ബ്രേക്ക് ചെയ്തിട്ടാണ് ഹൈ ബ്രേക്ക് ചെയ്തെങ്കിൽ ഇതൊരു വാലിഡ് പുൾ ബാക്കാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്, ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ടൈമിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഇത്ര ഉള്ളൂ സംഭവം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ജസ്റ്റ് ലോ ടച്ച് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയനെ നമുക്ക് വാലിഡ് പുൾ ബാക്ക് എന്ന് പറയാം. ഏത് ഏരിയനെ? ഈ ഒരു ക്യാൻഡിൽ മുതൽ ഈ ഒരു ലോവസ്റ്റ് ഏരിയ വരെ പുൾ ബാക്ക് ഏരിയ ആയിരിക്കും. ഇതാണ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഏരിയയാണ് പുൾ ബാക്ക്. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി വാലിഡ് പുൾ ബാക്ക് അല്ലാത്ത ഒരു കേസ്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല,
അല്ലേ, ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഹൈയും ബ്രേക്ക് ചെയ്തില്ല. അപ്പോൾ ഇതൊരു പുൾ ബാക്ക് ഒന്നല്ല, അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇവിടെ നമുക്ക് വാലിഡ് പുൾ ബാക്ക്, ഇത് ഒരു വാലിഡ് പുൾ ബാക്ക് ആണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി വാലിഡ് അല്ലാത്ത പുൾ ബാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യണം അല്ലേ. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ഇല്ല, ഇതിൻ്റെ ലോ ബ്രേക്ക് ഇല്ല, മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തില്ല. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ എന്താ പറയുക, ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഇതിങ്ങനെയാണെന്ന് കരുതുക. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല, ഈ ഒരു ക്യാൻഡിലെയും ലോ ബ്രേക്ക് ചെയ്തില്ല. ഇതൊക്കെ ഹയസ്റ്റ് ക്യാൻഡിലാണ്. നോക്കുമ്പം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഉള്ളിലാണ് അടുത്ത 2 റെഡ് ക്യാൻഡിൽ, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഹൈ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുൾ ബാക്ക് ആയി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പുൾ ബാക്ക് ആവണമെങ്കിൽ എന്തായിരുന്നു, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ലോ ആദ്യം ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടോ, ഈ റെഡ് ക്യാൻഡിലെ വിക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ജസ്റ്റ് തൊട്ട് ഇതിൻ്റെ താഴെ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ തൊട്ട് താഴെ വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് വാലിഡ് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. ഏത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെയും ഈ ഒരു ലോവസ്റ്റ് ഏരിയ വരെയുള്ള ഏരിയനെ നമുക്ക് പുൾ ബാക്ക് ഏരിയ എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്താ സംഭവം വെച്ചാൽ ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഉള്ളിലുള്ള 2 ക്യാൻഡിൽസ് ആണിത്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഹൈ ആണ് ആദ്യം ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് ഇത് പുൾ ബാക്ക് അല്ല. ഇനി പുൾ ബാക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇതിവിടെ ഒരു വാലിഡ് പുൾ ബാക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് വാലിഡ് പുൾ ബാക്ക്, ഈ ഒരു ക്യാൻഡിൽ ഹൈയസ്റ്റ് ലോ അപ്പ് സൈഡിലേക്ക് ഇങ്ങനെ മാർക്കറ്റ് പോവുകയാണ്. ഓരോ ക്യാൻഡിലെയും ഹൈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. അവസാനം ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. പക്ഷേ അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നു, പക്ഷേ ഐ ബ്രേക്ക് ചെയ്തില്ല. ഐ ബ്രേക്ക് ചെയ്ത ഈ ക്യാൻഡിൽസ് ഇങ്ങനെ ഇവിടെ വന്ന് 1-2 ക്യാൻഡിൽസ് അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു പ്രോപ്പറായിട്ടുള്ള പുൾ ബാക്ക് അല്ല. എങ്ങനെയാണ് പുൾ ബാക്ക് വേണ്ടത്, ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വാലിഡ് പുൾ ബാക്ക്. ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊരു വാലിഡ് പുൾ ബാക്ക് ആണ്. അങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് അതൊരു വാലിഡ് പുൾ ബാക്ക് അല്ല. ഹൈ ബ്രേക്ക് ചെയ്തില്ല, ആദ്യം ലോ ബ്രേക്ക് ചെയ്തു, അത് കറക്റ്റായിരുന്നു. പക്ഷേ പിന്നീട് ഹൈ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് അതൊരു വാലിഡ് പുൾ ബാക്ക് അല്ല. ഇങ്ങനെയാണ് പുൾ ബാക്കിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിൽ പുൾ ബാക്കിനെ വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ബാർ റീപ്ലേ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നോക്കാം നമുക്ക്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ദിവസത്തെ തന്നെ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക മാർക്കറ്റിൽ ഈ ഒരു ദിവസം നമുക്ക് പുൾ ബാക്സിന് എങ്ങനെ നോക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ മുതലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടാവും, പക്ഷേ നമുക്ക് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് കിട്ടും. ഇവിടെ മുതൽ താഴേക്ക് വരുന്നതുകൊണ്ട് ഡൗൺ സൈഡിലായിരിക്കും ആദ്യം മാർക്കിംഗ് വരിക. അപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ, മാർക്കറ്റ് താഴേക്ക് വരാൻ തുടങ്ങിയില്ലേ. ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്കാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മാർക്കറ്റ് ഓരോ ക്യാൻഡിലായിട്ട് താഴേക്ക് വരാൻ, ഒറ്റ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഈ ഒരു ക്യാൻഡിലെ ഹൈ ഇല്ല, ഈ ഒരു ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഓരോന്നും ലോ ബ്രേക്ക് ചെയ്ത് അങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇവിടെ നോക്കേണ്ട കാര്യം ഈ ഒരു നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതിൽ ക്ലാരിഫിക്കേഷൻ വരുത്താൻ നമുക്ക് ഉണ്ട്. കാരണം ഇവിടെ ഈ ഒരു ക്യാൻഡിലെ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് കിട്ടേണ്ടത്. ലോവസ്റ്റ് ക്യാൻഡിൽ ഇതാ ഈ ഒരു 2.18 ക്യാൻഡിലിൻ്റെ ഇവിടെ വാല്യൂസ് ഇവിടെ അടിച്ചു നോക്കിയാൽ അറിയാം. അതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക്. ഇവിടെ വെച്ച് നോക്കിയാൽ ലോ 25,113.35 ഇതിൻ്റെ 25,114 25,155. അപ്പം മീൻസ് ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ ഇപ്പോഴും ഈ ഒരു 2.18 ക്യാൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ ഇതാണ്. ഇതിൻ്റെ ഹൈ ആദ്യം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഇത്ര വരെ പോയിട്ടുണ്ട് അല്ലേ. ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് പോകണമെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇനി മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു ഹൈന് മുകളിൽ പോകാതെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു പുൾ ബാക്ക് ഡൗൺ സൈഡിൽ മാർക്കറ്റിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ കറക്റ്റായിട്ട് സംഭവിച്ചു അല്ലേ. ഇവിടെ എന്താ സംഭവിച്ചു, ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു. ഈ ക്യാൻഡിലൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ആദ്യം ലോ ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ലോവസ്റ്റ് ക്യാൻഡിൽ ഇത് എടുക്കാമായിരുന്നു. അപ്പോൾ ഇൻ കേസ് ഈ ഒരു ക്യാൻഡിലെക്കാട്ട് ലോ ഇതാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, പിന്നെ ലോ ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഈ ഒരു ക്യാൻഡിനുള്ളിലാണ് ഇതൊക്കെ, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലേ നമുക്ക് പിന്നെ ലോ ബ്രേക്ക് ചെയ്യേണ്ടോ നോക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ പുൾ ബാക്ക് ആവുള്ളൂ. വേറെ കേസ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹയ്യസ്റ്റ് ഏരിയൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്താ പറയുക, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് അപ് ട്രെൻഡ് മാർക്ക് ഈ ഒരു പുൾ ബാക്ക് ഏരിയ ആയിരിക്കും. ഹയ്യസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ആണ് നോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്തു, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതെ. അതുകൊണ്ട് നമുക്ക് ഇതിനെ ലോവസ്റ്റ് മീൻസ് ഇതിനെ നമുക്ക് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. പുൾ ബാക്ക് ഏരിയ ഏതൊക്കെയാണ്,
ഈ ഒരു ക്യാൻഡിൽ മുതൽ ഈ ഒരു ഹൈ ഏരിയ വരെയാണ് നമ്മുടെ പുൾ ബാക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത് പുൾ ബാക്കിനെ. ഈ ഒരു ക്യാൻഡിലിൻ്റെ മുതൽ ഈ ഒരു ഏരിയ വരെ, ഈ ഒരു ഏരിയയാണ് പുൾ ബാക്ക് എന്ന് പറയുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇതാണ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക്. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ഒരു ഹൈയിൻ്റെ മുകളിൽ പോകാതെ തന്നെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക്, ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ നേരത്തെ നമ്മൾ 2.18 ആയിരുന്നു. ഇപ്പോൾ ആ ഒരു 2.18 താഴേക്ക് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലാണ് ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിൽ. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കറക്റ്റായിട്ട് ഒരു സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു 2.28 ക്യാൻഡിൽ എനിക്ക് തോന്നുന്നത് ആദ്യം ലോ എത്രയാണെന്ന് നോക്കാം. നമുക്ക് ലോ ഇവിടെ വെച്ച് നോക്കിയാൽ അറിയാം. 25,111 45 ഉണ്ട്. 25,111 രണ്ട് ഈക്വൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഹൈ ടാപ്പ് ചെയ്തിട്ട് ലോ ടാപ്പ് ചെയ്തെങ്കിൽ ഇതൊരു പുൾ ബാക്കാണ്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 2.28 ക്യാൻഡിൻ്റെ നമുക്ക് മാർക്കറ്റ് ടൈമിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ആദ്യം ഹൈ ആയിരിക്കും ടാപ്പ് ചെയ്ത്, പിന്നെ ലോ ആണ് ടാപ്പ് ചെയ്തത്. നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഈ ആദ്യം ഇവിടെ ടച്ച് ചെയ്ത്, ഇത് ലോ ടച്ച് ചെയ്തിട്ടില്ല. ലോ ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഇതൊരു ലോവസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഇവിടെ ഇതിൻ്റെ വാല്യൂ ഈ ഒരു ഗ്രീൻ ക്യാൻഡിനെക്കാട്ടി ഒരു പൊടിക്ക് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, ലോ 25,111.45 ഇതിൻ്റെയും ലോ 25,111.45 അല്ലേ. ഇതിൽ സംഭവം എന്താ വെച്ചാൽ ഈ ഗ്രീൻ ക്യാൻഡിൻ്റെ ഹൈ ആദ്യം ടാപ്പ് ചെയ്തിട്ടാണ് ലോ ടാപ്പ് ചെയ്തെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ ഒരു പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിലോ, അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ലോൻ്റെ ഈക്വൽ ഏരിയയിൽ വന്നിട്ടാണ് മുകളിലേക്ക് പോയതെങ്കിൽ പുൾ ബാക്ക് അല്ല. കാരണം പിന്നെ ഇത് രണ്ടും ഈ ഒരേ ഈക്വൽ ലോ ആയതുകൊണ്ട് നമുക്ക് ലോവസ്റ്റ് ക്യാൻഡിൽ ഇതാന്ന് പറയാൻ പറ്റില്ല. രണ്ടും ഒരേ ഈക്വൽ ലോ ആണ്. അപ്പോൾ ഇനി ഈ ഒരു റെഡ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യണം, അപ്പോഴേ പുൾ ബാക്ക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് സംഭവിക്കാതെ വീണ്ടും താഴേക്ക് മാർക്കറ്റ് താഴേക്ക് വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യേണ്ടതാണ്. സംഭവിച്ചിട്ടില്ല. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കൂ. ഇവിടെ എന്താ സംഭവം? ഇത് അതിനൊരു കറക്റ്റ് എക്സാമ്പിളാണ്. നമുക്ക് പുൾ ബാക്ക് ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്താലേ പുൾ ബാക്ക് ആവാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണാം 2.30 ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് എത്ര ക്യാൻഡിൽ വരെ, ഈ 2.37 ക്യാൻഡിൽ വരെ അതിൻ്റെ ഇൻസൈഡാണ്. ഇതിൻ്റെ ഹൈ ആദ്യം ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനെ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. വീണ്ടും നമുക്ക് നോക്കണമെങ്കിൽ അതിൻ്റെ താഴെയുള്ള ക്യാൻഡിൽ നോക്കണം. ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയുള്ള ക്യാൻഡിലാണ് ഇത്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലേ പുൾ ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി അല്ലേ. എന്താ സംഭവിച്ചത്? കറക്റ്റ് നോക്കൂ. നമുക്ക് ലോവസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു റെഡാണ്, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ല, അപ്പോൾ പുൾ ബാക്ക് ഇല്ല. പിന്നെ അടുത്തത് ഈ ഒരു ഗ്രീനാണ് 2.39 ഈ ഒരു ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു. ഇവിടെ വാല്യൂസ് വെച്ച് നോക്കിയാൽ അറിയാം. ഹൈ വാല്യൂസ് വെച്ച് നോക്കിയാൽ 1.25,101 ആണ്, 1.25,101.75, 1.25,101.40 ആണ്. അപ്പോൾ ഇതാണ് ഹയസ്റ്റ് ക്യാൻഡിൽ. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിലിന് അതിൻ്റെ ലോയും ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്കറിയാൻ പറ്റി ഇതൊരു പുൾ ബാക്കാണ്. ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്കാണ്. ഏത് മുതൽ? ഈ ക്യാൻഡിലിൻ്റെ ലോ മുതൽ ഈ ഹൈ പോയ ഏരിയ വരെ ഒരു പുൾ ബാക്കാണ്. ഇതാണ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് 2-3 പുൾ ബാക്ക്സ് കിട്ടിയില്ലേ. മുകളിലൊരു പുൾ ബാക്ക് കിട്ടി, ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതൊരു പുൾ ബാക്ക് കിട്ടി. അതിന് ശേഷം ഇവിടെ ഈക്വൽ ലോ ആയതുകൊണ്ട് നമുക്ക് പുൾ ബാക്ക് കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇത് ഈ ഗ്രീൻ ക്യാൻഡിലെ തൊട്ട് മുകളിലാണെങ്കിൽ ഇവിടെ പുൾ ബാക്ക് ഉണ്ട്. അതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താലേ ലോ ബ്രേക്ക് ചെയ്താലേ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു പുൾ ബാക്ക് അല്ല. പിന്നീട് കിട്ടിയത് ഇവിടെയാണ് 2.39 ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ അതൊരു പുൾ ബാക്ക് ആയിട്ട് കിട്ടി. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, മാർക്കറ്റിൽ പിന്നെയും താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്ക് വന്നു, പിന്നെ വീണ്ടും നമുക്കൊരു പുൾ ബാക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ഇവിടെ നോക്കണമെങ്കിൽ ഇത് വീണ്ടും ഒരു പുൾ ബാക്കായി. എങ്ങനെ? മാർക്കറ്റ് ഇവിടെ നമുക്കൊരു പുൾ ബാക്ക് കിട്ടി. ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തു. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെയും താഴേക്ക് വരണം അല്ലേ. ഇതിൻ്റെയും താഴേക്ക് വരുമ്പോൾ നോക്കേണ്ടത് ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. 2.41 ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തില്ല. 2.42 അതിൻ്റെ ഉള്ളിലുള്ള ക്യാൻഡിലാണ്, അത് നോക്കണ്ട. 2.43 ക്യാൻഡിൽ ലോവസ്റ്റ് ക്യാൻഡിലാണ്, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ല. 2.44 ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ ഹൈ 2.45 എടുത്തിട്ടുണ്ട്. 2.46 അതിൻ്റെ ഉള്ളിലാണ്. 2.47 അതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. പിന്നെ പുൾ ബാക്ക് ആവണം എന്തിനാ വേണം? ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യണം. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്താൽ തന്നെ ഹൈയും ടച്ച് ചെയ്താൽ മതി, ലോയും ടച്ച് ചെയ്താൽ മതി. അല്ല അതിൻ്റെ മുകളിൽ ക്ലോസ് ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ പോയി നിൽക്കൊന്നും വേണ്ട, ജസ്റ്റ് തൊട്ടാൽ മതി. ഈ ഒരു ക്യാൻഡിൽ ഹൈ വാല്യൂ ഉണ്ടല്ലോ, അതായത് ഈ ഹൈ വാല്യൂ 25.88.95 കേട്ടോ. അപ്പോൾ 25.89 ആയി കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ നമുക്ക് ഹൈ ടാപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റും. അധികമൊന്നും പോകണ്ട. പിന്നെ
നെക്സ്റ്റ് എപ്പോഴെങ്കിലും ഇതിൻ്റെ ലോ വാല്യൂ ഇവിടെ കാണാം 25, 80, 55 അല്ലേ. 80, 55 എന്നുള്ളത് 80, 50 ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലോയും ടാപ്പ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് വന്നാൽ തന്നെ പുൾ ബാക്ക് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഹൈയും ലോയും ജസ്റ്റ് തൊട്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഹൈ തൊട്ടണം, പിന്നെ ലോ തൊടണം എന്നുള്ളൂ. അതായത് ഈ ലോവസ്റ്റ് ക്യാനിലെ ഹൈ ടച്ച് ചെയ്ത് നമുക്കറിയാം, ടച്ച് ചെയ്ത് ഇത്രയും മുകളിലേക്ക് പോയി, പിന്നെ ലോ ടാപ്പ് ചെയ്യുന്നത് 2.51 ക്യാനിലാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുൾ ബാക്ക് കിട്ടി. ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ മുതൽ ഈ ഒരു ഏരിയനെ വരെ നമുക്ക് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ പുൾ ബാക്ക്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. പുൾ ബാക്ക്, ഇത് എന്തിനാണ് ഈ പുൾ ബാക്ക് എന്ന് പഠിക്കണത് എന്നുള്ളതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ പുൾ ബാക്കിൻ്റെ ഓരോ ഹൈ ഏരിയകളും ലിക്വിഡിറ്റി ഏരിയകളാണ്. നിങ്ങൾക്കറിയാം, മാർക്കറ്റ് താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ആളുകൾ സെല്ല് ചെയ്യുന്ന മിക്ക ആളുകളുടെയും സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയകൾ ഏതായിരിക്കും? ഓരോ പുൾ ബാക്കിൻ്റെയും ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്കിൻ്റെ ഹയസ്റ്റ് ഏരിയയിലായിരിക്കും ഓരോ സ്റ്റോപ്പ് ലോസുകൾ അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സ് ഉള്ളത്. അവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുൾ ബാക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആദ്യം പഠിക്കുന്നത്. സെയിം കോൺസെപ്റ്റാണ് ഇൻഡ്യൂസ്മെൻറ്റ്. അതാണ് നമുക്ക് ഞങ്ങൾ വരാൻ പോകുന്ന ടോപ്പിക്ക്. അതിലും പുൾ ബാക്ക് തന്നെയാണ്, പുൾ ബാക്കിൻ്റെ ഹൈ ലോ ഏരിയയാണ് ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ പറയാം. അത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ലിക്വിഡിറ്റി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ലോജിക്ക് ഞാൻ പറഞ്ഞത്, പുൾ ബാക്ക് എന്തിനാണ് നമ്മൾ കണ്ടെത്തുന്നത് വെച്ചാൽ അവിടെ ഓർഡർ ഉണ്ട്, അവിടെ പുതിയ ഓർഡർ ഉണ്ട്, അവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ ഏരിയ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പുൾ ബാക്ക് കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നമ്മൾ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്കുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാർക്കറ്റ് നെക്സ്റ്റ് എന്താ പറയുക, മാർക്കറ്റ് ഇനിയിപ്പോൾ സമയം ഓൾമോസ്റ്റ് 3 മണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേയിലൊക്കെ നമുക്ക് അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. ഇവിടെയും പുൾ ബാക്ക് വന്നിട്ടുണ്ട് അല്ലേ, ഇവിടെയും ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷം പുൾ ബാക്ക് വന്നിട്ടുണ്ടോയെന്ന് കറക്റ്റായിട്ട് എങ്ങനെ മൈന്യൂട്ടായിട്ട് നോക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ 2.53 ക്യാൻഡലിൻ്റെ ഉള്ളിലാണ് 54, 55, 56, 57, 58 വരെ. 58 എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ 57ൻ്റെ ഹയസ്റ്റ് വാല്യൂ 25,065,10 58ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25,065,45 എന്നുള്ളതാണ്. അതായത് ഇതിനേക്കാളും വാല്യൂ കൂടുതലാണ് 2.58. അപ്പോൾ അതായത് ഈ ഒരു ലോവസ്റ്റ് 2.53 ക്യാൻഡിൽ ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട് 2.58. അതിന് ശേഷം 2.59 അതിൻ്റെ ഹൈയിലേക്ക് പോയിട്ടുണ്ട്. അതിന് ശേഷം 3 മണിയുടെ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ ലോയും ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ലോ എങ്ങനെ നോക്കുക, അവിടെ വെച്ച് നോക്കിയാൽ നമുക്കറിയാം 25,49,80 ഈ ഇവിടെ വെച്ച് നോക്കിയാൽ 25,49,10 അപ്പം ഇതിൻ്റെ ഹൈയും ടച്ച് ചെയ്തിട്ടുണ്ട്, ലോയും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും നമുക്ക് എന്ത് പറയാം, ഇതിനെയും നമുക്ക് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. പുൾ ബാക്ക് ഏതാണ്? ഈ ഒരു ഏരിയ മുതൽ ഈ ഒരു ഹൈ പോയ ഏരിയ വരെയാണ് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക്. അപ്പോൾ ഇത് നമ്മുടെ പുൾ ബാക്കാണ്. നമുക്ക് ആ ഒരു പുൾ ബാക്ക് കിട്ടി, അത്രേ ഉള്ളൂ സംഭവം. ഇനി ഇത്രയും നേരം നമ്മൾ മാർക്ക് ചെയ്ത് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്കുകളാണ്. ഓക്കെ, ഇനി മാർക്കറ്റ് ഏകദേശം സമയം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഇനി നമുക്ക് അപ്സൈഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ചിലപ്പോൾ കാണാൻ കഴിയുമായിരിക്കും. കാരണം മാർക്കറ്റ് നെക്സ്റ്റ് ഡേ 29 ഓഗസ്റ്റ് ഓപ്പൺ ആയതിനു ശേഷം മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ് തോന്നുന്നുണ്ട്, ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ പുൾ ബാക്ക് അങ്ങനെ നോക്കുക, അപ് ട്രെൻഡ് മാർക്കറ്റ് ഒരു ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് മാർക്കിംഗ് തുടങ്ങാം. മാർക്കറ്റ് താഴേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൻ്റെ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്ത്. ഇനി മാർക്കറ്റ് മുകളിലേക്കാണ് പോകണമെങ്കിൽ മുകളിലുള്ള പുൾ ബാക്കുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എങ്ങനെ പറ്റും? ഫസ്റ്റ് ക്യാൻഡിൽ ഉള്ളിലാണ് 2, 3, 4, 5, 6, 7 ക്യാൻഡിലൊക്കെ. അല്ല, ഈ ക്യാൻഡിൽ ലോ ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ 9.15 ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് 9, 16, 17, 18, 9, 18 ക്യാൻഡിൽ അതിൻ്റെ ഹൈ എടുത്തതിനെ കൊണ്ട് നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ട് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ 9, 18 ലോ ബ്രേക്ക് ആയില്ല. 19, 20, 21 ഒക്കെ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നോക്കണ്ട. പിന്നെ നോക്കേണ്ടത് അതിൻ്റെ മുകളിലേക്ക് പോയത് ഈ ഒരു 24 ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ആവുണ്ടോ നോക്കാം. ആയിട്ടില്ല. വീണ്ടും അതൊക്കെ ഹൈ ആയി എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ 9.25 ക്യാൻഡിലിൻ്റെ എന്താ പറയുക, 9.25 ക്യാൻഡിലിൻ്റെ ലോ ആദ്യം ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് 9.26, 27, 28, 29 ജസ്റ്റ് അതിൻ്റെ ലോ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടി ഒരു ഹയസ്റ്റ് ക്യാൻഡിൽ ലോ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഹൈ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുൾ ബാക്ക് അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ ഇവിടെ സംഭവിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടില്ലല്ലേ. മുകളിലേക്ക് പോയാൽ ഇപ്പം റെഡിയാണ്. നമുക്ക് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പുൾ ബാക്ക് കൺഫേം ആയത്. പുൾ ബാക്ക് ഇങ്ങനെ എപ്പോഴും നമ്മൾ വിചാരിച്ച മാതിരി തൊട്ടടുത്ത ക്യാൻഡിലൊന്നും വരണമെന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്, 9.25 ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇതുവരെ പോയി. അതിനുശേഷം കുറേ നേരം അതിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തത് എത്ര മണിയുടെ ക്യാൻഡിലാണെന്നുണ്ടോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാൻഡിലാണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ 9.42.
അപ്പോൾ നമുക്ക് ആ സമയത്താണ് നമ്മുടെ ഫസ്റ്റ് അപ് ട്രെൻഡ് മാർക്കറ്റിലുള്ള, ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്ത് ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് ആയിരുന്നു. അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ മുതൽ, ഈ ഒരു ഹൈയസ്റ്റ് ക്യാൻഡിൽ മുതൽ ആ ലോ പോയ ഏരിയ വരെയായിരുന്നു പുൾ ബാക്കിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്, ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ മുതൽ ഹൈ പോയ ഏരിയ വരെയാണ് പുൾ ബാക്കിൻ്റെ ഏരിയ. ഇവിടെ നേരെ തിരിച്ചാണ്, ഹയ്യസ്റ്റ് ക്യാൻഡിൽ മുതൽ ആ ലോ പോയ ഒരു ഏരിയയാണ് പുൾ ബാക്ക് എന്ന് പറയാം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇനി നമുക്ക് അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്കുകൾ ഇനിയും കിട്ടുന്നുണ്ടോ നോക്കാം. ഇനിയും കിട്ടണമെങ്കിൽ എന്താണ്, നേരത്തെ ഉണ്ടായിരുന്ന ക്യാൻഡിൽ ഹൈയിലേക്ക് പോയാലേ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നേരത്തെ 9.25 ക്യാൻഡിൽ ഹൈ ടാപ്പ് ചെയ്തുകൊണ്ട് 9.42 ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാൻഡിൽ. ആ ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ലോ ബ്രേക്ക് ചെയ്ത് 43, 50, 45 വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു പുൾ ബാക്ക്, ന്യൂ പുൾ ബാക്ക് ഇവിടെ കിട്ടി. ഏതാണ്, ഈ ഒരു ക്യാൻഡിൽ മുതൽ ഈ ലോവസ്റ്റ് ഏരിയ പോയ ഒരു ഏരിയനെ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. പിന്നെയും പുൾ ബാക്ക് ഉണ്ടോ, ഇവിടെ ഉണ്ട്. ഈ ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ, ഇത് ഹയ്യസ്റ്റ് ക്യാൻഡിലാണെങ്കിൽ, ഇതാണ് ഹയ്യസ്റ്റ് ക്യാൻഡിൽ, എനിക്ക് തോന്നുന്നത് ഇതാണ് ഹയ്യസ്റ്റ് ക്യാൻഡിൽ. ഈ ക്യാൻഡിലെ ഹൈ ആദ്യം ടാപ്പ് ചെയ്തിട്ടാണ് ലോ എടുത്തത്. അപ്പോൾ നമുക്ക് പുൾ ബാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. എങ്ങനെ പുൾ ബാക്ക് ആവണമെങ്കിൽ എന്താണ്, ഈ ഒരു 9.50 ക്യാൻഡിലെ ലോ ആദ്യം ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഹൈ ടച്ച് ചെയ്താലേ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ്, ഈ ക്യാൻഡിലിൻ്റെ 9.50 ക്യാൻഡിലെ ഹൈ ടാപ്പ് ചെയ്തിട്ടാണ് ലോ എടുത്തത്. അതുകൊണ്ട് പുൾ ബാക്ക് അല്ല. പുൾ ബാക്ക് നിങ്ങൾക്കറിയാം, അപ് ട്രെൻഡ് മാർക്കറ്റിൽ എന്ത് കിട്ടണം, ഹയ്യസ്റ്റ് ക്യാൻഡിലെ ലോ ആദ്യം ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണ് നോക്കുമ്പോൾ ഇതാണ് ഹയ്യസ്റ്റ് ക്യാൻഡിൽ 9.51. 9.51 ഈ ക്യാൻഡിൽ അതന്നെയല്ലേ ഹൈ, 25, 97, 55, 25, 97, ഇതാണ് ഹയ്യസ്റ്റ് ക്യാൻഡിൽ. ഈ ഒരു 9.51 ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്യണം. ഇവിടെ 9.52 അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് അതിനെ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നോക്കേണ്ടത് 9.53 ഹയ്യസ്റ്റ് ക്യാൻഡിൽ. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യേണ്ടോ എന്ന് വാച്ച് ചെയ്യാം നമുക്ക്. 9.54, 9.55 ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആദ്യം ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, 9.53 ക്യാൻഡിൽ ഉള്ളിലായിരുന്നു 54, 55, 56, 57, 58 ഒക്കെ. 51, 57, 88 ഒക്കെ. 59 ആയ സമയത്ത് ആദ്യം ഹൈ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം ഹൈ ആണ് ടാപ്പ് ചെയ്തത്. അതിന് അപ്പോൾ പുൾ ബാക്ക് എന്ന് പറയില്ല. വേണ്ടത് എന്താണ്, ഈ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ 9.59 ഇപ്പോൾ ഹയ്യസ്റ്റ് ക്യാൻഡിൽ. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് 10 മണിൻ്റെ. പിന്നീട് അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തപ്പം അതൊരു പ്രോപ്പർ പുൾ ബാക്ക് ആയി. അത്രേ ഉള്ളൂ സംഭവം, സിമ്പിൾ. അപ്പം ഇതാണ് നമ്മുടെ പുൾ ബാക്ക്. ഈ ഒരു ഹയ്യസ്റ്റ് ക്യാൻഡിൽ മുതൽ ഈ ലോവസ്റ്റ് ഏരിയ വരെ പുൾ ബാക്ക്. അതാണ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. ഇത് ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ലൈവ് മാർക്കറ്റിൽ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഈ ഒരു സെഷനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. ഇനി ഇതുപോലെ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിലെയും ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെയും പുൾ ബാക്കിൽ, ഇതിപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ 1 മിനിറ്റ് ചാർട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നിങ്ങൾക്ക് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ നിഫ്റ്റിയുടെയോ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഏതെങ്കിലും 1 മിനിറ്റിലോ 5 മിനിറ്റിലോ അപ് ട്രെൻഡ് മാർക്കറ്റിലെയും ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലെയും പുൾ ബാക്കിൻ്റെ എക്സാമ്പിൾസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെയിം ഒരു നമ്മൾ ഇത് പുതിയൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ പല ആളുകൾക്കും ഇത് പുതിയ കാര്യമായിരിക്കും. പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കേട്ട് പോയാൽ പോരാ, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നമുക്കത് ഫെമിലിയർ ആവുകയുള്ളൂ, ഈസി ആവുള്ളൂ, പെട്ടെന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുള്ളൂ. തുടക്കത്തിൽ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ക്ലിയർ ആവണമെങ്കിൽ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഇൻഡ്യൂസ്മെൻ്റ് ആയാലും പുൾ ബാക്ക് ആയാലും എൻട്രി സെറ്റപ്പ് ആയാലൊക്കെ നമ്മൾ കുറച്ച് സമയങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നീട് അത് ഈസിയും ആയി തോന്നും. ആദ്യം എല്ലാം ഒരു ടഫ് ഉണ്ടെങ്കിലും പിന്നീട് സിമ്പിളായി തോന്നണമെങ്കിൽ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ ക്ലാസ് കേട്ട് പോയാൽ മാത്രം പോരാ, ചാർട്ടിൽ നോക്കിയിട്ട് നമ്മൾ ഇതിന് പ്രാക്ടീസ് ചെയ്യണം. ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ ഇത്രയേ നമ്മൾ പറയുന്നുള്ളൂ. വാലിഡ് പുൾ ബാക്സ്, പുൾ ബാക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, വാലിഡ് പുൾ ബാക്ക് എന്താണെന്നുള്ളത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെയിം ആണ്. പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നുള്ളതുകൊണ്ട് പറയില്ല. ഓരോ പുൾ ബാക്കിൻ്റെയും താഴെ അപ് ട്രെൻഡ് മാർക്കറ്റിലെ പുൾ ബാക്കിൻ്റെ താഴെയുള്ള ഏരിയകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. മാർക്കറ്റ് ഓരോ താഴെയുള്ള ഏരിയകളിലും ലിക്വിഡിറ്റി ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് അപ് സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സൽ വന്നിട്ട് വീണ്ടും അപ് സൈഡ് പോകുമ്പോൾ ഒരുപാട് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ, അല്ലെങ്കിൽ പുതിയ താഴേക്കാണ് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളുടെ ഏരിയ ഒക്കെ ഇതിൻ്റെ താഴെ ആയിരിക്കും. അവിടെ ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഏരിയകൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുന്നത്. ഇനിവേ നമ്മുടെ ഈ ഒരു സെഷൻ, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാം. ബൈ.